ഞാനിന്നിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും തന്നെ നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ്ഫുൾ ആവുന്നു കുറേ നല്ല ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ടാണ് കേട്ടോ. നമ്മൾ കുറേ സമയമൊക്കെ നിന്ന് കഷ്ടപ്പെട്ട് ചെയ്യുന്ന ജോലികളൊക്കെ സിമ്പിളായിട്ടുള്ള ടിപ്സൊക്കെ യൂസാക്കി കഴിഞ്ഞാൽ നമുക്കത് പെട്ടെന്നൊക്കെ ചെയ്ത് തീർക്കാനായിട്ട് സാധിക്കും. അങ്ങനെയുള്ള കുറേ നല്ല ടിപ്സാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഇപ്പോൾ നമുക്ക് ഇടിഞ്ചക്കയൊക്കെ കിട്ടുന്ന ഒരു സീസണാണല്ലോ. ഇത് ഓരോ ടൈമിൽ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. ഇപ്പോൾ ഈ ഒരു ടൈമിൽ നമുക്ക് ഇടിഞ്ചക്ക കിട്ടും. കുറച്ച് കഴിയുമ്പോഴേക്കും നമുക്ക് പഴുത്ത ചക്ക നമുക്ക് കിട്ടും. അപ്പോൾ ഇടിഞ്ചക്ക കിട്ടുമ്പോൾ ഇടിഞ്ചക്ക യൂസ് ചെയ്തിട്ട് നമുക്ക് ഒരുപാട് നിറയെ റെസിപ്പീസൊക്കെ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. പക്ഷേ നമുക്ക് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ചക്ക നമുക്ക് നേരെയാക്കി എടുക്കാനാണ് കേട്ടോ. അതിൽ നല്ല പോലെ തന്നെ പശയൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നമുക്ക് ഇതിപ്പോൾ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഇടിഞ്ചക്കയിൽ നിന്ന് കിട്ടുന്നത് പശ ആണ് നമ്മൾ പറയുക. പല സ്ഥലത്തും പല തരത്തിൽ ഇതിന് പറയാറുണ്ട് കേട്ടോ. അപ്പോൾ അതിന് നമുക്ക് ക്ലീനാക്കി എടുക്കാനായിട്ട് നമുക്ക് എളുപ്പ വഴി എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം കുറച്ച് എണ്ണ എടുക്കുക. നമ്മളെ കയ്യിലും അതുപോലെ തന്നെ നമ്മൾ മുറിക്കുന്ന കത്തിയിലൊക്കെ നമ്മൾ നന്നായി അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മളൊരു പീസ് അതിൻ്റെ ആ ഒരു വാൽഭാഗം ഇങ്ങനെ കട്ട് ചെയ്യുമ്പോഴേക്കും തന്നെ നല്ല പോലെ അതുപോലെ പശ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും കേട്ടോ. നമ്മൾ ഫ്രഷായിട്ട് അപ്പം തന്നെ വലിച്ചതാണെന്നുണ്ടെങ്കിൽ നല്ല പോലെ പശ വരും. പക്ഷേ 2-3 ദിവസമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടാവില്ല കേട്ടോ. നമ്മൾ മാർക്കറ്റിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ ചിലപ്പോൾ ഇത്രയും ഫ്രഷ്നെസ് ആയിട്ട് നമുക്ക് കിട്ടാറില്ലല്ലോ. അപ്പോൾ വലിച്ച് അപ്പോൾ ഇത്ര ഉണ്ടാവില്ല. അപ്പം എന്തായാലും അതിൽ വരും. അപ്പോൾ അത് പോകാനായിട്ട് പിന്നെ നമ്മൾ ഒരു ന്യൂസ് പേപ്പറോ അല്ലെങ്കിൽ ഇതുപോലെ കവർ എന്തെങ്കിലും യൂസ് ചെയ്ത് ജസ്റ്റ് ചുറ്റിച്ച് കൊടുത്തു കഴിഞ്ഞാൽ അതിലുള്ള പശ മുഴുവനായി തന്നെ നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും. എന്നിട്ട് നമ്മളത് ചിലപ്പോൾ ഒരെണ്ണം ഫുള്ളായിട്ട് നമുക്ക് ആവശ്യം വരില്ല. ആവശ്യമുള്ളതിന് മാത്രമേ നമുക്ക് എടുക്കാം. അപ്പോൾ എനിക്ക് ഒന്നിൻ്റെ പകുതി മാത്രമേ ആവശ്യം വരുന്നുള്ളൂ. അപ്പോൾ അതിന് ബാക്കിയുള്ള പോർഷൻ നമ്മൾ ഒരു കവറോ എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് ക്ലിം ഫിലിം എന്തെങ്കിലും വെച്ച് ഒട്ടിച്ച് നമുക്കത് മാറ്റി വയ്ക്കാവുന്നതാണ് കേട്ടോ. ഫ്രിഡ്ജിനകത്തൊക്കെ വയ്ക്കാവുന്നതാണ്. അല്ല, ഫ്രിഡ്ജിനകത്ത് വെച്ചില്ലെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്കത് ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് അതിൻ്റെ സെൻറ്റർ ഭാഗം ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. അതേപോലെ തന്നെ അതിൻ്റെ അപ്പുറത്തെ ഓപ്പോസിറ്റ് ഭാഗവും നമുക്ക് കട്ട് ചെയ്യുക കേട്ടോ. ഈ ഒരു രീതിയിൽ നമ്മൾ കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ തോല് നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് റിമൂവ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അതായത് നമ്മൾ ആപ്പിളിൻ്റെ തൊലിയൊക്കെ കളയുന്ന പോലെ തന്നെ നമുക്ക് അതിൻ്റെ തോല് കളയാനായിട്ട് പറ്റും. ഇപ്പോൾ അത് 1നെ 4ആക്കി കട്ട് ചെയ്തു. പിന്നെയും അതിന് ഇതുപോലെ ഒന്നുകൂടെ നമ്മൾ കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കത്തിയിലൊക്കെ കുറച്ച് അത്യാവശ്യം പശയൊക്കെ ആവും. നമ്മൾ ഇപ്പോൾ എണ്ണ അപ്ലൈ ചെയ്തിരിക്കുന്നതുകൊണ്ട് നമ്മുടെ കയ്യിലൊന്നും ആവില്ല. ഇത് കഴിഞ്ഞ ശേഷം നമ്മൾ കൈ നന്നായി ഒന്ന് തുടച്ചെടുത്താലും നമുക്ക് കയ്യിലുള്ള പശയൊക്കെ പോകും. അല്ല, നമ്മൾ കയ്യിൽ എണ്ണയാക്കാതെയാണ് ഇത് ചെയ്യുന്നതെങ്കിൽ പിന്നെ അത് പോകാനായിട്ട് കുറേ ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്കിതിനൊന്ന് കട്ട് ചെയ്തെടുക്കുക. പിന്നെ അതിൻ്റെ ഈ ഒരു സെൻറ്ററിൽ കാണുന്ന ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഇതിലാണ് കൂടുതലായിട്ട് പശ നിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗം നമ്മളിതുപോലൊന്ന് കട്ട് ചെയ്ത് എടുക്കാവുന്നതാണ് കേട്ടോ. എന്നിട്ട് അതിന് ശേഷം അത് കണ്ടില്ലേ, ഇതുപോലെ നമുക്ക് പെട്ടെന്ന് തന്നെ അതിൻ്റെ തോല് നമുക്ക് കളഞ്ഞെടുക്കാൻ പറ്റും. ഇപ്പോൾ നമ്മൾ അത്രയും ചെറിയതായിട്ട് നമ്മൾ കട്ട് ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ നമുക്ക് ഓരോ പീസായിട്ട് നമുക്കിതുപോലെ കട്ട് ചെയ്തെടുക്കാനും സിമ്പിളായി തന്നെ നമുക്ക് ഇടിഞ്ചക്ക നമുക്ക് നേരാക്കി എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ ഇടിഞ്ചക്കയൊക്കെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഇതുപോലെ നമ്മൾ ഫ്രീ ആയിരിക്കുന്ന സമയത്ത്, ഈവനിങ് സമയത്ത് അധികം നമ്മൾ ഫ്രീ ആയിരിക്കും. അപ്പോൾ ആ ടൈമിൽ നമ്മൾ ഇതുപോലെ ഒന്ന് ഒക്കെ നേരെയാക്കി ക്ലീനാക്കി കട്ട് ചെയ്ത് നമുക്കൊന്ന് ജസ്റ്റ് വേവിച്ച് വെക്കണം എന്നുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് വേവിച്ച് വെക്കാം. നല്ല വേവിക്കേണ്ട, ഒരു അര അല്ലെങ്കിൽ 3/4 ഭാഗം നമ്മൾ വേവിച്ചിട്ട് നമ്മളൊരു ബോക്സിലാക്കി ഫ്രിഡ്ജിനകത്ത് സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമനുസരിച്ച് നമുക്ക് എടുക്കാനായിട്ട് നമുക്ക് സാധിക്കും കേട്ടോ. അതുപോലെ നമുക്ക് അടുക്കള ജോലികൾ ഒരുപാട് സിമ്പിളാക്കാനും സാധിക്കും. അല്ല, നമ്മൾ കുക്ക് ചെയ്യാൻ പോകുന്ന സമയത്താണ് ഇടിഞ്ചക്ക നേരാക്കുന്നതെങ്കിൽ നമുക്ക് ഒരുപാട് സമയം അതിനായിട്ട് മാറ്റി വെക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ ഫ്രീ ആയിരിക്കുന്ന സമയത്ത് ഇതുപോലെയൊക്കെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുക്ക് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ നമ്മുടെ ആ ഒരു കുക്കിംഗ് ജോലി നമുക്ക് തീർക്കാനായിട്ടൊക്കെ നമുക്ക് സാധിക്കും കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മളെല്ലാം ഒന്ന് ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ കത്തി ക്ലീനാക്കുന്ന രീതി ഞാൻ കാണിച്ചു തരാം. നമ്മൾ ഗ്യാസ് അടുപ്പിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കുക. ചൂടാക്കിയതിന് ശേഷം ഇതുപോലെ ഒരു ന്യൂസ് പേപ്പർ യൂസ് ചെയ്തിട്ട് ന്യൂസ് പേപ്പറിൽ വെച്ച് 2 സൈഡും ഒന്ന് തേച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലുള്ള ആ പശ മുഴുവനായി തന്നെ നമുക്ക് പോയി കിട്ടും കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഇടിച്ചൊക്കെ കിട്ടുമ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി അടുത്തതായിട്ട് ഞാൻ ഇതവിടെ കുറച്ച് സീമക്കൊന്നയുടെ ഇല കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ പാടത്തും പറമ്പിലും വേലിയോരത്തും ഒക്കെ ഇഷ്ടംപോലെ ഉണ്ടാവുന്നതാണ് ഈ ഒരു സീമക്കൊന്നയുടെ ചെടി. അത് കുറച്ച് ഇല ഞാൻ ഇതുപോലെ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാനിത് അടുപ്പിൽ നിന്ന് കുറച്ച് തീക്കനൽ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തീക്കനലില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് ചകിരി എടുത്താൽ മതി. എന്നിട്ട് അതിനകത്ത് ചെറിയൊരു കർപ്പൂരം കത്തിച്ച് കഴിഞ്ഞാൽ ആ ചകിരി നന്നായി ഒന്ന് കത്തി ചൂടായി വരുന്ന സമയത്ത് അതിൻ്റെ മുകളിലേക്ക് നമ്മളിതുപോലെ കുറച്ച് സീമക്കൊന്നയുടെ ഇല ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ സന്ധ്യാസമയത്ത് നമ്മൾ ഇത് വീട്ടിനകത്തേക്ക് വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നമ്മൾ വീട്ടിൻ്റെ പുറത്ത്, അതായത് അടുക്കള ഭാഗത്ത് പുറത്ത് നമ്മളിതുപോലെ വെച്ച് കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ പുകഞ്ഞ് വരുമ്പോൾ
സീമക്കൊന്നയുടെ ഇല നമ്മൾ ഞെക്കുമ്പോൾ തന്നെ ഒരു തരം മണമാണ്, ആർക്കും അത്രയും ഇഷ്ടപ്പെടില്ല. ആ ഒരു മണം തന്നെ നമ്മളിത് പുകഞ്ഞ് വരുമ്പോൾ വരും കേട്ടോ. അപ്പോൾ ഇങ്ങനൊരു മണം നമ്മൾ പുറത്ത് ഇതുപോലെ ഒന്ന് നമ്മൾ ഇതുപോലെ ഒന്ന് കരിയിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ വീട്ടിൻ്റെ പരിസരത്ത് വരുന്ന കൊതു ശല്യമൊക്കെ നമുക്ക് പൂർണ്ണമായി തന്നെ ഒഴിവാക്കാനായിട്ട് സാധിക്കും. നമുക്കിതിനായിട്ട് വീട്ടിനകത്ത് മാറ്റോ കൊതുക് തിരിയോ ഒന്നും തന്നെ കത്തിച്ച് വെക്കേണ്ട കാര്യമില്ല കേട്ടോ. നമുക്ക് വീട്ടിൻ്റെ ഫ്രണ്ട് ഭാഗത്താണെന്നുണ്ടെങ്കിലും ബാക്കിലാണെന്നുണ്ടെങ്കിലും ഇതൊന്ന് പുകയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല പോലെ തന്നെ കൊതുക് ശല്യം പൂർണ്ണമായി തന്നെ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഈ ഒരു സീസണിൽ സന്ധ്യാസമയമാകുമ്പോൾ ഇഷ്ടംപോലെ കൊതുക് വരാറുണ്ട്. അപ്പോൾ ആ ശല്യം ഒഴിവാക്കാനായിട്ട് ഇതുപോലെ ഒരു ഇല മാത്രം മതിയാവും കേട്ടോ. ഇനിയിപ്പോൾ അടുത്തതായിട്ടുള്ളത് ഞാൻ തമ്പനയിൽ കണ്ടതുപോലെ തന്നെ വെളുത്തുള്ളിയുടെ തോല് യൂസ് ചെയ്തിട്ടാണ്. നമ്മൾ വെളുത്തുള്ളിയൊക്കെ തോല് ഇതുപോലെ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. സ്റ്റോർ ചെയ്ത് വെക്കണം എന്നൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു ചിക്കനൊക്കെ വാങ്ങുകയാണെങ്കിൽ ഇപ്പം നമ്മൾ എന്ത് കുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിലും ആ ഒരു കറി വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത് താളിക്കാനായിട്ട് നമുക്ക് കുറച്ച് വെളുത്തുള്ളിയുടെ ആവശ്യം വരും. അപ്പോൾ ആ വെളുത്തുള്ളിയുടെ തോല് കിട്ടുമ്പോൾ അത് വെറുതെ പുറത്ത് ഡസ്റ്റ്ബിന്നിലിടാതെ ഇതുപോലെ കുറേ കാര്യങ്ങൾക്കായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. ഇപ്പോൾ ഞാൻ വെളുത്തുള്ളി പെട്ടെന്ന് തോല് കളയാനായിട്ട് കുറച്ച് വെള്ളത്തിലിട്ട് വെച്ചിട്ടാണ് ഞാൻ ഈ വെളുത്തുള്ളിയുടെ തോല് കളഞ്ഞത്. അപ്പോൾ ഞാനത് വീഡിയോ കാണിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് വെളുത്തുള്ളിയുടെ തോല് നന്നായി ഒന്ന് നനഞ്ഞിട്ടുണ്ട്. നനയാത്ത വെളുത്തുള്ളി ആണെങ്കിൽ പോലും നമ്മൾ തോലാണെന്നുണ്ടെങ്കിൽ നമ്മളിതുപോലെ ഒന്ന് ചൂടാക്കി എടുക്കണം കേട്ടോ. നമ്മളൊരു യൂസ് ചെയ്യാത്തൊരു പഴയൊരു ചീനച്ചട്ടി എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളത് അടുപ്പത്ത് വെച്ച് അത് നന്നായി ചൂടായതിന് ശേഷം നമ്മൾ ഈ ഒരു വെളുത്തുള്ളിയുടെ തോല് ആവശ്യത്തിനനുസരിച്ച് ഞാൻ ഒരു പിടി അളവിൽ എടുത്തിട്ടുള്ളൂ കേട്ടോ. എടുത്ത് ഇതിനെ നമ്മളൊന്ന് ഇതുപോലെ നന്നായി ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം. പിന്നെ ആ ഒരു ചീനച്ചട്ടിയിൽ ഇരുന്ന് തന്നെ അത് നന്നായി മുരുമൊരാന്ന് ക്രിസ്പി ആയിട്ട് നമുക്ക് ഈ ഒരു വെളുത്തുള്ളിയുടെ തോല് നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഞങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതേപോലെ തന്നെ എൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ. അപ്പോൾ ആ ഒരു നമ്മൾ കുറച്ച് സമയം ആ ഒരു ചീനച്ചട്ടിയിൽ വെച്ചിട്ട് അത് നന്നായി ഒന്ന് ചൂടാറിയതിന് ശേഷം നമ്മളിതുപോലെ ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് ഇതിനൊന്ന് പൊടിച്ചെടുക്കാം കേട്ടോ. നല്ല ഫൈൻ പൗഡറായിട്ടൊന്നും ഒരിക്കലും പൊടിച്ച് കിട്ടില്ല, ജസ്റ്റ് ഒന്ന് പൊടിച്ച് കിട്ടും. ഒരു നാര് പോലെ നമുക്കിതൊന്ന് പൊടിഞ്ഞ് കിട്ടും, അത്രയേ ഉള്ളൂ കേട്ടോ. അതിപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ എത്ര നമ്മളിട്ട് പൊടിച്ചാലും ഈ ഒരു രീതിയിൽ കൂടുതലായിട്ട് നമുക്ക് പൊടിഞ്ഞ് കിട്ടുകയില്ല കേട്ടോ. അപ്പോൾ ഇതിനെ നമ്മൾ ഇതൊരുപോലെ ഒരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ കയ്യിൽ ചെറിയ വല്ല സ്റ്റീലിൻ്റെ പാത്രങ്ങൾ വല്ലതും യൂസ് ചെയ്യാത്ത വല്ലതുണ്ടെന്നുണ്ടെങ്കിൽ അതെടുക്കാം, അല്ലെങ്കിൽ മൺചിറാഗ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതെടുത്താലും മതിയാവും കേട്ടോ. അപ്പോൾ ഞാൻ മൺചിറാഗ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇതുപോലെ കുറച്ചെടുത്ത് നല്ല പോലെ ഒന്ന് അമർത്തി വെക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ആവശ്യത്തിന് എടുത്തതിന് ശേഷം ബാക്കിയുള്ളതിനെ നമുക്കൊരു ബോക്സിലാക്കി നമുക്ക് പുറത്ത് നമുക്ക് സൂക്ഷിക്കാവുന്നതാണ് കേട്ടോ. ഇപ്പോൾ ഡെയിലി നമുക്കിത് എടുക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ എടുത്തിട്ട് പിന്നെ ഞാൻ അതിലേക്ക് കുറച്ച് വേപ്പിൻ്റെ എണ്ണയുണ്ടല്ലോ, വേപ്പെണ്ണ കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വേപ്പെണ്ണയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു എസെൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് യൂക്കാലിപ്സിൻ്റെ ഓയിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതെടുത്താലും മതിയാവും. അപ്പോൾ ഞാനിപ്പോൾ വേപ്പിൻ്റെ ആ ഒരു എണ്ണ നമ്മളതിലേക്ക് കുറച്ച് ഒഴിച്ച് കൊടുത്തു. പിന്നെ ഒരു കർപ്പൂരം എടുത്തു. പിന്നെ നിങ്ങളുടെ കയ്യിൽ ചന്ദനത്തിരി ഉണ്ടെന്നുണ്ടെങ്കിൽ അതെടുക്കാം. ഇവിടെ എൻ്റെ അടുത്ത് കമ്പ്യൂട്ടർ സാമ്പ്രാണിയുള്ള ഉള്ളത് കേട്ടോ. അത് ഞാനൊരു പീസും കൂടി എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ അതിലേക്ക് കർപ്പൂരം ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. പൊടിച്ച് ചേർക്കണം എന്നില്ല, നമുക്കിതൊന്ന് സെൻറ്ററിൽ ഇങ്ങനെ വെച്ചിട്ട് ആ ഒരു ചന്ദനത്തിരി കമ്പ്യൂട്ടർ സാമ്പ്രാണിയും കൂടെ നമ്മൾ അതിനകത്തേക്ക് വെച്ചിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് കത്തിച്ചു കൊടുക്കുക. കുറച്ചൊന്ന് കഴിയുമ്പോഴേക്കും അതൊന്ന് ഒതുങ്ങും കേട്ടോ. ആ കത്തലൊന്ന് ജസ്റ്റ് ഒതുങ്ങി കഴിയുമ്പോൾ നമ്മൾ അതിലേക്ക് കുറച്ച് കൂടെ അതിൻ്റെ മുകളിലേക്ക് ഈ ഒരു വെളുത്തുള്ളിയുടെ ആ ഒരു ഇത് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ ഒരു കമ്പ്യൂട്ടർ സാമ്പ്രാണി പുകയുന്ന രീതിയിൽ തന്നെ ഇത് പുകഞ്ഞ് വരും കേട്ടോ. അപ്പം ഇങ്ങനെ പുകയുന്ന സമയത്ത് നമുക്ക് വീട്ടിനകത്ത് കൊതു ശല്യമൊക്കെ നമുക്ക് ഒഴിവാക്കാനായിട്ടും അതുപോലെ ചെറിയ പ്രാണിയുടെ ശല്യം ഉണ്ടെന്നുണ്ടെങ്കിലും നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ വീട്ടിനകത്ത് എട്ടുകാലിയുടെയും പല്ലിയുടെയും ഒക്കെ ശല്യം ഉണ്ടെന്നുണ്ടെങ്കിലൊക്കെ നമുക്ക് ഒഴിവാക്കാനായിട്ട് ഈ ഒരു വെളുത്തുള്ളിയുടെ ഒരു തോലും ആ വേപ്പിൻ്റെ ആ ഒരു വേപ്പെണ്ണയുടെ മണവും കർപ്പൂരവും എല്ലാം കൂടി ആകുമ്പോൾ നമുക്ക് നല്ലൊരു പോസിറ്റീവ് എനർജി കിട്ടുകയും ചെയ്യും. അതുപോലെ തന്നെ വീട്ടിനകത്ത് കൊതു ശല്യം പൂർണ്ണമായി ഒഴിവാക്കാൻ പറ്റും. നമുക്കിത് വീട്ടിനകത്ത് തന്നെ വെക്കണം എന്നൊന്നുമില്ല കേട്ടോ. ജസ്റ്റ് വീട്ടിനകത്ത് ഒന്ന് കാണിച്ചിട്ട് നമുക്കിത് വീട്ടിൻ്റെ പുറത്ത് വെച്ചാലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ സീമക്കൊന്നയുടെ ഇല നമ്മൾ പോയിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു ബെനിഫിറ്റ് തന്നെ നമുക്ക് ഇങ്ങനെ കിട്ടും കേട്ടോ. നമുക്ക് വീട്ടിൻ്റെ ജനൽ ഭാഗത്ത് നമ്മളിതുപോലെ വെച്ച് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ജനലിൽ കൂടെ വരുന്ന കൊതു ശല്യമൊക്കെ നമുക്ക് ഒഴിവാക്കാം. വീട്ടിൻ്റെ സിറ്റ് ഔട്ടിലാണെന്നുണ്ടെങ്കിൽ പുറത്ത് വെച്ചാലും മതിയാവും. നമുക്ക് വാതിൽ തുറന്ന് വെച്ചാലും വീട്ടിനകത്ത് കൊതുകൊന്നും വരില്ല കേട്ടോ.
അപ്പോൾ നിങ്ങളിതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനിയിപ്പോൾ അതേപോലെ തന്നെ നമ്മളിത് വെളുത്തുള്ളിയുടെ കുറച്ച് തോലെടുത്തിട്ട് ഇതൊരു പാത്രത്തിലേക്ക് ഇതുപോലെ ഒരു വട്ടയിലേക്ക് കുറച്ച് ചൂടുള്ള വെള്ളം, ഇളം ചൂടുള്ള വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ഇതുപോലെ കുറച്ച് വെളുത്തുള്ളിയുടെ തോല് നമ്മളിട്ടിട്ട് അതിലേക്ക് നമ്മുടെ കാല് മുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കാലിൽ ഈ വളങ്കടി പറഞ്ഞിട്ട് വരാറുണ്ട്. ചിലർക്ക് ഈ കാലിൻ്റെ ഇടഭാഗത്തൊക്കെ ചിലവർക്ക് പഴുപ്പൊക്കെ വരാറുണ്ട്, അതായത് വിണ്ട് കീറുകയൊക്കെ ചെയ്യും. അതുപോലെ തന്നെ വിണ്ട് കീറൽ, കാല് ഈ കാറ്റ് കാലമായത് കാരണം കാല് നല്ലപോലെ ഉപ്പൂറ്റി വിണ്ട് കീറുന്നത്, അതുപോലെ നഖത്തിൽ കുഴിനഖം വരുന്നത് ഒക്കെ നമുക്ക് വരാതിരിക്കാനും വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ മാറാനും ഇത് നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ടിപ്പാണ് കേട്ടോ. നമുക്ക് വെളുത്തുള്ളി ചതച്ച് ചേർക്കണം എന്നൊന്നുമില്ല. നമ്മൾ ഈ വെളുത്തുള്ളിയുടെ തോല് നല്ലോണം കഴുകണം കേട്ടോ. നല്ലോണം കഴുകി പിഴിഞ്ഞെടുത്തിട്ട് അതിൽ വല്ല ഫംഗസൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ പോയതിന് ശേഷം വേണം നമ്മളിതുപോലെ ചെയ്യാനായിട്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് കാലിലെ പാദത്തിൽ വരുന്ന പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കാനായിട്ട് നമുക്ക് സാധിക്കും. ഇനിയിപ്പോൾ അതേപോലെ തന്നെ നമ്മൾ കുറച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ വെളുത്തുള്ളിയുടെ ബാക്കി വന്നിട്ടുള്ള പോർഷൻ നമ്മൾ എടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ സവോളയാണെന്നുണ്ടെങ്കിലും വെളുത്തുള്ളിയൊക്കെ വാങ്ങുമ്പോൾ നമുക്ക് ഇതുപോലൊരു നെറ്റ് കിട്ടാറുണ്ട്. ഇപ്പോൾ ചിലപ്പോൾ ഫ്രൂട്ട്സൊക്കെ വാങ്ങുമ്പോഴും ഇതുപോലത്തെ നെറ്റിൻ്റെ ഒരു കവർ കിട്ടാറുണ്ടല്ലോ. അപ്പോൾ അത് കളയാതെ നമുക്കിത് കൊണ്ട് വേറെ കുറേ യൂസൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് വീട്ടിനകത്ത് തന്നെ സ്ക്രബ്ബറൊക്കെ നമുക്ക് ഉണ്ടാക്കാനായിട്ടൊക്കെ ഇത് വളരെ നല്ലതാണ്. പാത്രം കഴുകാനൊക്കെ ഈ ഒരു നെറ്റ് യൂസ് ചെയ്യുന്നത് പെട്ടെന്ന് തന്നെ നമുക്ക് ക്ലീൻ ആക്കി എടുക്കാനായിട്ടൊക്കെ സാധിക്കും കേട്ടോ. അപ്പോൾ ഇത് കിട്ടുമ്പോൾ നിങ്ങൾ കളയല്ലേ. അപ്പോൾ അതിനകത്തേക്ക് നമ്മൾ ഈ ഒരു വെളുത്തുള്ളിൻ്റെ തോലാക്കിയിട്ട് നമ്മുടെ സിങ്കിൻ്റെ സ്ലീവിൽ ഇതുപോലെ രാത്രി സമയത്ത് വെച്ച് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് നിന്ന് വരുന്ന പാറ്റ, പ്രാണി, അതുപോലെ വലിയ ഉറുമ്പൊക്കെ വരാറുണ്ട്, പഴുതാരയൊക്കെ വരും. അത് വരുന്നതൊക്കെ നമുക്ക് ഒഴിവാക്കാനായിട്ട് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്താൽ മതിയാവും കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യുക. അപ്പോൾ അന്നത്തെ വീഡിയോസിൽ ഏതെങ്കിലും ടിപ്സ് നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. അതുപോലെ വീഡിയോയ്ക്ക് നല്ല നല്ല കമൻറ്റ് ഇടുക കേട്ടോ. നിങ്ങളുടെ നല്ല നല്ല കമൻറ്റ് വായിക്കുമ്പോഴാണ് എനിക്ക് ഇനിയും വീഡിയോ ഇടാനുള്ള നല്ലൊരു പ്രചോദനം കൂടിയാവുന്നത്. പിന്നെ ഇതേപോലെ തന്നെ അടുത്ത നല്ല ഇൻട്രസ്റ്റിങ്ങും എല്ലാ വീട്ടമ്മമാർക്കും ഒരേപോലെ യൂസ്ഫുള്ളാവുന്ന വളരെ നല്ലൊരു വീഡിയോയിൽ കാണുന്നത് വരേക്കും Bye.